ശ്രീ എൻ ശ്രീകുമാർ, ആർക്കു വേണ്ടിയിട്ടാണ് എന്നൊരു ചോദ്യം ഇന്നലെ മുതൽ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം ഇനി ഒരൊറ്റ അക്കാഡമിക് ഇയറിന്റെ പകുതി വർഷം മാത്രമേ PMC എന്ന പദ്ധതി തന്നെയുള്ളൂ. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ തിടുക്കം എന്തിനാണ്, ഈ സമയത്ത് ഈ വൈകിയ വേളയിൽ എന്തിനാണ് എന്നതിന് മാത്രം മറുപടി കിട്ടുന്നില്ല. ശ്രീ എൻ ശ്രീകുമാർ. നോക്കൂ ശ്രീമതി മാധു, ഇതിപ്പോൾ ഈ തർക്കം ഇപ്പോൾ CPM-ൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുക. ഈ PMC പദ്ധതിയെക്കുറിച്ച് സത്യത്തിൽ ഒരുവിധ സംവാദത്തിലും പങ്കെടുക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശം അവർക്കില്ല. പക്ഷേ അവരിപ്പോൾ എന്താ വെച്ചാൽ ഭരണം മാറിയപ്പോൾ അവർ UDF ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നൊരു തോന്നൽ വന്നപ്പോൾ അവരാണിത് രംഗത്ത് വന്ന് അത് കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഈ CPM-ൻ്റെ പ്രശ്നം എന്താണ്? CPM-ലാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയങ്ങൾ. കാരണം അവരുടെ MP-മാരാണ് ഇന്ന് സതീശൻ കള്ളം പറഞ്ഞു എന്ത് കള്ളമാണ് പറഞ്ഞ്. അതായത് ഈ ഒറ്റ കാര്യമുള്ളൂ, CPM-ന് എന്താ പ്രശ്നം? ഈ PMC പദ്ധതിക്ക് വഴി കേരളത്തിന് ലഭിക്കുന്ന ഫണ്ട് കിട്ടാതിരിക്കലാണോ, അതോ RSSൻ്റെ അജണ്ട ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കാതിരിക്കലാണോ? അങ്ങനെയാണെങ്കിൽ ആ സമ്പ്രദായം നടപ്പാക്കില്ല. കാരണം AICCയുടെ നയപ്രകാരം തന്നെ കർണാടകത്തിലും പോകുന്നുണ്ട്, തെലങ്കാനയിലും പോകുന്നുണ്ട്. തെലങ്കാനയിൽ CPM CPI-യും ഈ വക വിഷയത്തിൽ അവിടെ ഒരു നിലപാടും എടുക്കുന്നില്ല. അവർ കോൺഗ്രസിനൊപ്പമാണ്. ഹിമാചലിലും നടത്തിയിട്ടുണ്ട്, രാജസ്ഥാനിലുണ്ട്. അവിടെ ഒന്നും RSSൻ്റെ അജണ്ട നടപ്പാക്കിയിട്ടില്ല. PMCയുടെ പദ്ധതി പ്രകാരം കിട്ടുന്ന എല്ലാ പണവും അവർക്ക് കിട്ടുന്നുണ്ട്. അതേ ഫണ്ട് കേരളത്തിൽ കിട്ടുന്നതിന് CPM-ന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? കാരണം UDF-ൻ്റെ ഗ്യാരണ്ടിയിൽപ്പെട്ട ഒരുപാട് പദ്ധതി നടപ്പാക്കാൻ പണം ആവശ്യമാണ്. ആ പണം കിട്ടാൻ RSSന് വിധേയമാകാതെ ഒരു നയം രൂപീകരിച്ചാൽ CPM-ന് എന്താണ് വിഷമമുള്ളത്? AICC ശ്രീമതി മാധു, ഞാൻ ഇന്നലെ ഈ ചർച്ച പറഞ്ഞതാണ്, നയപരമായ കാര്യവും ഭരണപരമായ കാര്യവും ഉണ്ട്. ഭരണപരമായ കാര്യം വരുമ്പോഴല്ലേ ഇത് RSSന്റെ അജണ്ട നടപ്പാക്കുമെന്നുള്ള അറിയുള്ളൂ. CPM-ന്റെ വെപ്രാളം എന്താണ്? എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ഒപ്പുവെച്ചതിന് ശേഷമാണ് RSS അജണ്ട നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കാനാണെങ്കിൽ അത് LDF-നും സാധ്യമാകുമായിരുന്നു. എനിക്ക് അങ്ങോട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. അങ്ങ് ഒന്ന് എന്നോട് ക്ഷമിക്കണം. ശ്രീ OK ജയകൃഷ്ണൻ 5 മിനിറ്റ് കൂടി ചർച്ചയിലുള്ളൂ. അദ്ദേഹത്തിലേക്ക് പോയതിനു ശേഷം ഞാൻ അങ്ങേക്ക് തിരികെ വരും. Debate with Madhu Saji.